السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മളിൽ സദാ വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ അവസാന ദിനരാത്രങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട അമലുകളുമായി നമ്മുടെ സമയങ്ങളെ പരമാവധി നമ്മൾ അവൻ്റെ മാർഗത്തിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമ്പത്തും നമുക്ക് ലഭിച്ചിട്ടുള്ളതെല്ലാം പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതിന് കൃത്യമായ നന്ദിയും കടപ്പാടും നിർവഹിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന ചിന്തയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ സമയങ്ങളെ, സന്ദർഭങ്ങളെ, സംവിധാനങ്ങളെ ഒക്കെ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നത് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാനിൻ്റെ ഈ അവസാന ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞു എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ ഇനിയുള്ള സന്ദർഭങ്ങളെ ഉപയോഗിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇനി ബാക്കിയുള്ള സന്ദർഭങ്ങളെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ പര്യാപ്തമാവുന്ന തരത്തിൽ നാം വിനിയോഗിക്കേണ്ടതുമുണ്ട് എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. മക്കളെ സംബന്ധിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഒരു വലിയ സമ്പത്താണ് മക്കൾ. അതൊരു വലിയ അനുഗ്രഹമായി കൊണ്ട് തന്നെയാണ് നമ്മൾ കാണുകയും നമ്മൾ അവരോട് സമീപിക്കേണ്ടതും എന്നതിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ പ്രവർത്തന മേഖലകളിൽ, നമ്മുടെ സമീപനങ്ങളിൽ അതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഏറെ അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുന്നു. മക്കളെ സംബന്ധിച്ചിടത്തോളം പരാതികളാണ്. എവിടെ നോക്കുമ്പോഴും എവിടെയും
പുതിയ തലമുറയെക്കുറിച്ചുള്ള ചർച്ചകളാണ്. പുതിയ തലമുറയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന വലിയ വലിയ വാർത്തകളാണ്. ഈ തലമുറയെ മനസ്സിലാക്കുന്നിടത്ത് ആർക്കൊക്കെ പരാജയം സംഭവിച്ചിട്ടുണ്ട്, അപജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശോധിക്കേണ്ടതും അനിവാര്യമാണ്. നമ്മുടെ മക്കൾ വളരുന്ന കാലഘട്ടം നമുക്കറിയാം. വിവര സാങ്കേതിക വിദ്യയിൽ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മളൊക്കെ അറിഞ്ഞും മനസ്സിലാക്കിയും നമുക്കൊക്കെ കിട്ടിയ വിവരങ്ങളും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഇന്നത്തെ മക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളും അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളും അവർ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളും അതെത്രത്തോളം വലുതാണ്, എത്രത്തോളം സാധ്യതകളുള്ളതാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടി വരും. ആ വിജ്ഞാന മേഖലകളിലൂടെ കടന്നു പോകുന്ന മക്കൾക്ക് സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന പരിമിതികളും അതല്ലെങ്കിൽ അപജയങ്ങളുമൊക്കെ നാം കാണുകയും മനസ്സിലാക്കുകയും തിരുത്തുകയും അവരെ വളർത്തുകയും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുകയും ചെയ്തെങ്കിലല്ലാതെ ഒരു പുതിയ തലമുറയെ വളർത്താൻ, അവരെ ഉയർത്താൻ, അവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കാൻ നമുക്ക് സാധ്യമല്ലാതെ വരും എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ വലിയ പ്രതീക്ഷകളാണവർ, ഈ ലോകത്തിൻ്റെ പ്രതീക്ഷകളാണവർ. അവരിൽ നിന്ന് ഒരുപാട് ഈ ലോകം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പടച്ച തമ്പുരാൻ. നമ്മുടെ നിത്യ പ്രാർത്ഥനയിൽ നമ്മുടെ തലമുറയെ നാം ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ അനിവാര്യത വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത്, വലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. സത്യവിശ്വാസികളായ ആളുകളുടെ പ്രാർത്ഥനയിൽ, അവർ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ, ആ പ്രാർത്ഥന പടച്ച തമ്പുരാൻ നമ്മെ ഉണർത്തുന്നത്, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ്ലന, നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ, വദുർരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഖുർറത അയുൻ, കൺകുളിർമ, മാത്രമല്ല വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, നല്ലവരുടെ മുന്നിൽ നടക്കാനുള്ള യോഗ്യരാക്കി നീ അവരെ മാറ്റുകയും ചെയ്യണമേ എന്ന്. ഇത് നമ്മുടെ നിത്യ പ്രാർത്ഥനയാണ്, നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയാണ്. ഇത് പ്രാർത്ഥിക്കുന്ന ഒരു രക്ഷിതാവാണ് നമ്മളൊക്കെയും. അങ്ങനത്തെ ഒരു രക്ഷിതാവിന് ആ മകനെക്കുറിച്ച് നല്ല പ്രതീക്ഷയല്ലാതെ മറ്റെന്ത് വെച്ച് പുലർത്താനാകണം എന്നതാണ് നാം പരിശോധിക്കേണ്ടത്. പടച്ച തമ്പുരാനിൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പടച്ച തമ്പുരാനെ അവരുടെ വഴികൾ എളുപ്പമാക്കണം, അവരുടെ വഴികൾ വിശാലമാക്കണം, അവരുടെ കാഴ്ചപ്പാടുകൾ നന്നാക്കണം, അവരിൽ നിന്ന് നന്മകൾ ഉണ്ടാകണം, നല്ലവരുടെ മുന്നിൽ നടക്കാനുള്ള യോഗ്യരാക്കി നീ അവരെ മാറ്റണം പടച്ച തമ്പുരാനെ എന്ന് നിരന്തരം പ്രാർത്ഥിക്കേണ്ട രക്ഷിതാവ് ഒരു മക്കളെ, തലമുറകളെ കുറ്റം പറയുന്നിടത്താവാൻ പാടില്ല എന്നതാണ്. അതല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താനും പാടില്ല എന്നതാണ്. അവർക്ക് വേണ്ട വഴികൾ വെട്ടിത്തുറക്കുന്നിടത്ത് അവർ മുന്നിൽ ഉണ്ടാകണം എന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തലമുറയുടെ സൃഷ്ടിപ്പ്, ഒരു തലമുറയുടെ വളർച്ച അത് എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ വതുഅ്മിനൂന ബില്ലാഹ്. നിങ്ങളിൽ നിന്നൊരു സമൂഹം വളരട്ടെ, ഒരു സമൂഹം ഉയർത്തെഴുന്നേൽക്കട്ടെ, ഒരു തലമുറ വളർന്നു വലുതാവട്ടെ. ആ തലമുറയുടെ പ്രത്യേകത യദ്ഊന ഇലൽ ഖൈർ, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായി അവർ മാറണം, നന്മയിലേക്ക് ക്ഷണിക്കുന്നവരായി അവർ മാറണം. മാത്രമല്ല വതഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ, തിന്മകളെ വിരോധിക്കുന്നവരുമായി അവർ മാറണം. ആ രീതിയിലുള്ളൊരു തലമുറ. മാത്രമല്ല വതുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവരായി അവർ ഈ പണിയെടുത്തുകൊണ്ടിരിക്കണം എന്ന്. ഇതാണ് പടച്ച തമ്പുരാൻ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്ന, അതല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കുന്ന, ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ചിന്താഗതി നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകുമ്പോൾ ഇതനുസരിച്ച് വളരുന്ന ഒരു തലമുറ നമുക്കുണ്ടാകും. ആ തലമുറയിൽ നിന്ന് ഈ പറഞ്ഞ എല്ലാ നന്മകളും
നമുക്ക് പ്രതീക്ഷിക്കുവാനും കഴിയും എന്ന് തന്നെയാണ് ഈ പറഞ്ഞതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നാം പല തരത്തിലുള്ള ആക്ഷേപങ്ങളും പല തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളുമൊക്കെ ഒരു ഭാഗത്ത് നിന്നും കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ആ കുറ്റപ്പെടുത്തുന്നിടത്ത് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുകൊണ്ട് തന്നെയാണോ അത് സംസാരിക്കുന്നത് എന്ന് ഞാൻ എന്നെക്കുറിച്ച് ചോദിക്കേണ്ടതുണ്ട്. ഞാൻ കൊടുക്കേണ്ടത് കൊടുത്തുകൊണ്ട് തന്നെയാണോ ഞാൻ ഈ തലമുറയെ കുറ്റപ്പെടുത്തുന്നത് എന്ന് ഞാൻ പരിശോധിക്കേണ്ടതുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള ഊർജം കൊടുക്കുവാൻ, നൽകുവാൻ, വളരുവാൻ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം എത്തിക്കുവാനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെയാണോ ഞാൻ ഈ തരത്തിൽ ഈ ഒരു തലമുറയെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളൊക്കെ ഒരു തലമുറയെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയാൻ മാത്രമല്ല, സ്വാഭാവികമായും അങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറ പോലും മനസ്സിലാക്കുന്നത്. കുട്ടികൾ എവിടെ ചെന്നാലും കുട്ടികളെക്കുറിച്ച്, എവിടെ ചെന്നാലും പുതിയ തലമുറയെക്കുറിച്ച് അവർ കൊള്ളരുതാത്തവരായോ, അവർ പോരായ്മകളുള്ളവരായോ, അവരിൽ നിന്ന് അതിക്രമങ്ങളും അക്രമങ്ങളും മോശപ്പെട്ട പ്രവണതകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് കേൾക്കാൻ ഇനി വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം നന്മയുള്ള സദസ്സിലേക്ക് വരാൻ പോലും മടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെയാണ് കുറെ കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളുമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നത്. നോക്കൂ നിങ്ങൾ, നമ്മുടെ തലമുറ വളരുന്നത് നമ്മൾ ഒരു വിവാഹം കഴിക്കുന്നതിലൂടെയാണ്. നമ്മൾ ഒരു വിവാഹത്തിൽ ഏർപ്പെടുമ്പോൾ അവിടെ നാം ഒരു ഭാര്യയായി, ഒരു ഇണയായി സ്വീകരിക്കുന്ന ആളിൽ ഉണ്ടാവേണ്ട ക്വാളിറ്റിയെക്കുറിച്ച് മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പലതും പരിഗണിക്കുന്നു. അവിടെ സമ്പത്തിനെ പരിഗണിക്കുന്നു, തറവാടിനെ പരിഗണിക്കുന്നു, അതുപോലെ തന്നെ ഭംഗിയെ പരിഗണിക്കുന്നു, ഇങ്ങനെ പലതും പരിഗണിക്കുന്നു. അതിലേറ്റവും പരിഗണിക്കേണ്ടതായ ഒന്നുണ്ട്, അത് ദീനാണെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫൾഫർ ബിദാത്തി ദീൻ എന്ന് പഠിപ്പിച്ചുകൊണ്ട് ദീനുള്ള ഒരു കുടുംബമായി മാറും. ദീനുള്ള ഒരു കുടുംബത്തിൽ അവിടെ നിന്ന് വളരുന്ന കുട്ടികളാണ് ഈ തലമുറകൾ എന്ന് നാം മനസ്സിലാക്കണം. സ്വാഭാവികമായും ദീനിൻ്റെ ചുറ്റുപാടിൽ, ദീനിൻ്റെ ചിട്ടയിൽ, ദീനിൻ്റെ ആ പടച്ചട്ടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു അധിക്ഷേപത്തിനോ ഇത്തരത്തിലുള്ള ഒരു കുറ്റപ്പെടുത്തലിനോ സാധ്യമല്ലാത്ത വിധം ഒരു നല്ല കെട്ടുറപ്പോടെ മക്കളെ വളർത്താൻ കഴിയും ഒരു കുടുംബത്തിന്, ഒരു കുടുംബനാഥന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവിടെ അള്ളാഹുവും റസൂലും നമ്മെ പഠിപ്പിച്ച, നമ്മോട് മാനദണ്ഡമാക്കാൻ പറഞ്ഞ, നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ വാക്യങ്ങളെ, വചനങ്ങളെ, ആ വിഷയങ്ങളെ മുഖവിലക്കെടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത് തന്നെ എന്ന് നാം മനസ്സിലാക്കുകയാണ്. ആ രീതിയിൽ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. മറ്റൊന്ന് സൂചിപ്പിക്കുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടികളും ശുദ്ധ പ്രകൃതിയിലാണ് ഈ ഭൂമുഖത്ത്, ഈ പ്രപഞ്ചത്തിൽ വളരുന്നത് എന്നത്. ശുദ്ധ പ്രകൃതിയിലാണ്, അവരിൽ തെറ്റുകളില്ല, അവരിൽ കളങ്കങ്ങളില്ല, അവരിൽ പോരായ്മകളില്ല, ഏറ്റവും ശുദ്ധരായവരാണവർ. അതുകൊണ്ട് തന്നെ ആ ശുദ്ധരായ മക്കൾ അവിടെ നിന്ന് പിന്നീട് അവർക്ക് വല്ല മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് വല്ല പോരായ്മകളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതം അടിപതറുന്നുണ്ടെങ്കിൽ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും അപജയങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറ്റക്കാരനായി പറയുന്നത്, പ്രവാചകൻ അത് സൂചിപ്പിക്കുന്നത് അവൻ്റെ മാതാക്കളാണ്, പിതാക്കളാണ്, അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്, അവനെ വളർത്തുന്നവരാണ്. ആ വളർത്തുന്നവരിലാണ് പ്രശ്നമുണ്ടായത്. ആ വളർത്തുന്നവരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണ് യുവഹിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി, അവൻ തൗഹീദുള്ളവനാകുന്നത്, അവൻ നസ്രാണിയാകുന്നത്, അവൻ ജൂതനായി മാറുന്നത്, അവൻ തോന്നിയാസിയായി മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അവിടെ നിന്ന് ആരംഭിക്കുന്നു എന്ന് പ്രവാചകൻ. ഞാൻ പറയുന്നത് രക്ഷിതാക്കളെ ഒന്നടങ്കം കുറ്റപ്പെടുത്താനല്ല. സ്വാഭാവികമായും ഈ ഒരു പ്രക്രിയകൾ, ഈ ഒരു പ്രവണതകളൊക്കെ അവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നതും സാധ്യതയുണ്ട് എന്നതും മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് ഒരു തെറ്റും പ്രശ്നങ്ങളും പോരായ്മകളും ഇല്ലാതെ വളർത്തുന്നുണ്ട് ഞാൻ എൻ്റെ മക്കളെ എന്ന് ഉറപ്പിക്കാനും കൂടിയാണത്. നമുക്കതിന് കഴിയേണ്ടതുണ്ട്. പ്രവാചകൻ സൂചിപ്പിച്ച ഈ വചനങ്ങളെ, ഈ സൂചനകളെ നമ്മൾ മുഖവിലെടുക്കെടുത്ത് ജീവിച്ചാൽ നമുക്ക് സംതൃപ്തിയായി നമ്മുടെ മക്കളെ വളർത്താൻ, നമുക്ക് പടച്ച തമ്പുരാനോട് സമാധാനം പറയാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ ചേർത്ത് പിടിച്ച്, അവരോടൊപ്പം കളിച്ച്,
അവർക്ക് വേണ്ടത് ചെയ്തു കൊടുത്ത്, അവരുടെ അദബുകൾ പഠിപ്പിച്ച്, അവർക്ക് വേണ്ട മതബോധം നൽകി, ഇങ്ങനെ പഠിപ്പിച്ച പ്രവാചകന്റെ ജീവിത ചരിത്രം, ചെറുപ്പത്തിൽ പ്രവാചകൻ മക്കളെ പോറ്റിയ ചരിത്രം നമ്മളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു സൂചിപ്പിച്ചതുപോലെ ലഅഇബുഹു സബ്അൻ വഅദ്ദിബുഹു സബ്അൻ വഅഖീഹി സബ്അൻ. നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ കുട്ടികളെ എടുത്തുകൊണ്ട് നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ആ മക്കളെ അവർക്ക് കൊടുക്കേണ്ട ഗുണപ്രദമായ ഓരോ വിഷയങ്ങളെക്കുറിച്ചാണ് ആ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കുട്ടികളുടെ ആദ്യത്തെ 7 വയസ്സ് നിങ്ങൾ അവരോടൊപ്പം കളിക്കണമെന്നതാണ്. കളിച്ചുകൊണ്ടിരിക്കണം. കുട്ടികളോട് കളിക്കാൻ നമ്മൾ സമയം കണ്ടെത്തിയിരിക്കണം. അടുത്ത 7 വർഷം അവർക്ക് നിങ്ങൾ സംസ്കാരം പഠിപ്പിച്ചു കൊടുക്കണം. ഏതൊക്കെ സംസ്കാരങ്ങളാണ്, ഏതൊക്കെ രീതികളാണ്, ഏതൊക്കെ കൾച്ചറാണ്, വീട്ടിലെങ്ങനെയാണ്, പുറത്തെങ്ങനെയാണ്, സമൂഹത്തിലെങ്ങനെയാണ്, സ്കൂളിലെങ്ങനെയാണ്, നമ്മൾ പെരുമാറുന്ന ഇടങ്ങളിലെങ്ങനെയാണ്, ഭക്ഷണ മര്യാദകൾ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതം കണ്ടവർ പഠിക്കണം. നമ്മളെ കണ്ടവർ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്നത് കണ്ടവർ അത് പകർത്തിയെടുക്കണം. എൻ്റെ ഉപ്പ ചെയ്തത്, എൻ്റെ ഉപ്പ അന്ന് പറഞ്ഞത്, എൻ്റെ ഉപ്പ എന്നോട് കളിച്ചത്, എൻ്റെ ഉപ്പ എന്നെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി തന്നത്, അത് അവൻ്റെ മരണം വരേക്കും അതവൻ കാത്തു സൂക്ഷിക്കാതിരിക്കുകയില്ല എന്നത് തന്നെയാണ്. അവിടുത്തെ മറ്റൊരു സമയം 7 വർഷം അവനോട് സുഹൃത്ത് ബന്ധത്തോടുകൂടി പെരുമാറണം, സുഹൃത്തായി മാറണം. അവനൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അവനൊരുപാട് കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. അവൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും പറയുന്നിടത്തും ചെവി കൊടുക്കാത്ത ഒരു രക്ഷിതാവാണ് അവൻ്റെ മുമ്പിലുള്ളത്. സ്വാഭാവികമായും അവൻ അത് ചെവി കൊടുക്കുന്ന രക്ഷിതാക്കളെ, അതല്ലെങ്കിൽ ചെവി കൊടുക്കുന്ന സുഹൃത്തുക്കളെ, ചെവി കൊടുക്കുന്ന ആളുകളുടെ പിന്നാലെ അവൻ പോവുകയും അത് കേൾക്കുകയും അവരോടൊപ്പം അവൻ ആയിത്തീരുകയും അവരുടെ സ്വഭാവവും സംസ്കാരവും അവൻ്റെ ജീവിതത്തിൽ പതുക്കെ കടന്നുകൂടുകയും ചെയ്യും. ഇത് നാം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒന്നാണ്. നോക്കൂ, നിങ്ങൾ ഒരു തലമുറ വളരേണ്ടത് അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായും നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന പരിശോധന നമ്മൾ ഇക്കാലത്ത് അനിവാര്യമായി നടത്തേണ്ടതുണ്ട് എന്നതാണ്. മതവിദ്യാഭ്യാസം കൊടുക്കുന്നിടത്ത് വളരെ ഗൗരവമായിരിക്കണം, വളരെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ അവർ മതം പഠിക്കുന്നുണ്ടോ, മതം പഠിച്ചത് അവരുടെ ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ, പുലർത്താനുള്ള സാഹചര്യം വീടുകളിൽ അവർക്ക് ലഭിക്കുന്നുണ്ടോ, അത്തരം സാഹചര്യത്തിലൂടെയും സാമൂഹിക അന്തരീക്ഷത്തിലൂടെയും ജീവിക്കാൻ അവർക്ക് സാധ്യത ലഭിക്കുന്നുണ്ടോ, വീടും പരിസരങ്ങളും കുടുംബവും ആ പശ്ചാത്തലത്തിലാണോ ഉള്ളത് എന്ന് അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ പലപ്പോഴും കുടുംബ ബന്ധത്തിൻ്റെ പവിത്രത തിരിച്ചറിയാത്ത മക്കളാണ് ഇപ്പോൾ വളർന്നു വരുന്നത്. കുടുംബ ബന്ധം അതെന്തിന്, അങ്ങനത്തെ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ചിന്ത പോലും ഇല്ലാതെ അവിടെയാണ് ഒരു രക്ഷിതാവിന് അവൻ്റെ ബാധ്യത നിർവഹിക്കേണ്ടത്. കുടുംബം, ഉമ്മ, ഉപ്പ, അവരുടെ വല്യുപ്പ, വല്യുമ്മ, അയൽപ്പക്കം, അതുപോലെ തന്നെ നാട്ടുകാർ, ഇതര സമൂഹങ്ങൾ, ഇതര ആളുകൾ, ഇതരോടുള്ള ബന്ധങ്ങൾ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലൂടെ വളർന്നു വരേണ്ട ആ സാഹചര്യത്തിലൂടെയൊക്കെ ഉയർത്തെഴുന്നേൽക്കേണ്ട നമ്മുടെ തലമുറക്ക് ഇതൊക്കെ ലഭ്യമാവാൻ തങ്ങളുടെ രക്ഷിതാവ് കൂടെ നിന്നുകൊണ്ടല്ലാതെ ഇത് അവന് പഠിപ്പിച്ചു കൊടുക്കാൻ സാധ്യമാവുകയില്ല. അങ്ങനെ വളർത്തണം എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സൗഹൃദ വലയങ്ങളെക്കുറിച്ച് ഒരു നിരീക്ഷണം നമുക്കുണ്ടാവേണ്ടതുണ്ട്. അവരെ നല്ല സൗഹൃദങ്ങളിലേക്ക് അവരെ എത്തിക്കേണ്ട ബാധ്യത, അവനെ കൈപിടിച്ചുയർത്തേക്കേണ്ട ബാധ്യത. ഏകദേശം അവനൊരു സ്വന്തം കാലിൽ നിൽക്കുന്ന കാലത്തോളം അതുവരേക്കും അവനോടൊപ്പം നിന്നുകൊണ്ട് അവന് ഇടർച്ചയും പതർച്ചയും സംഭവിക്കാൻ സാധ്യതയുള്ള, അവന് അപകടം സംഭവിക്കാൻ സാധ്യതയുള്ള മേഖലകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനുള്ള വഴികൾ തുറന്നു കൊടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയായി മാറുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർ-റജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവൻ്റെ സുഹൃത്തിൻ്റെ ആ സ്വഭാവം അനുസരിച്ചായിരിക്കും അവൻ്റെ പെരുമാറ്റവും അവൻ്റെ ഇടപെടലുകളുമൊക്കെ. കുട്ടികൾ നമ്മളിൽ നിന്ന് വലുതായി, സ്വാഭാവികമായും ഇനി അവന് സുഹൃത്ത് വലയങ്ങളാണ്. ആ സുഹൃത്തുക്കൾ ആരാണ്, ഏതൊക്കെ സുഹൃത്തുക്കളായിരിക്കണം, എന്താണ് ആ സുഹൃത്തുക്കൾക്കുണ്ടാവേണ്ട ക്വാളിറ്റി, ഇതൊക്കെ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്തും രക്ഷിതാവിൻ്റെ പങ്ക് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ, നിങ്ങൾ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആരോടൊപ്പമാണ് നിൽക്കേണ്ടത്. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അവസ്ഥകളുമൊക്കെ നിങ്ങൾ പരിഗണിക്കേണ്ടി വരുമ്പോൾ പരിഗണിക്കുന്നത് ആരോടൊപ്പം നിന്നുകൊണ്ടാണ്,
ആരിൽ നിന്നാണ് നിങ്ങൾ ഈ രീതിയിൽ സ്വഭാവം സ്വീകരിക്കേണ്ടത്? ആരോടൊപ്പമാണ് നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടത്? ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന വചനം, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. ദൈവബോധമുള്ള, പടച്ച തമ്പുരാനെ ബോധമുള്ള, പടച്ച തമ്പുരാനെ രാവും പകലും ഓർത്തുകൊണ്ടിരിക്കുന്നവരോടൊപ്പം നീ നിന്റെ മനസ്സിനെ ക്ഷമയോടെ നിർത്തേണ്ടതുണ്ട്. മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട വചനം അതാണ്. ഒരു രക്ഷിതാവ് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. മാത്രമല്ല വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിന്റെ പളവളപ്പിന്റെ പിന്നാലെ പോകുന്നവരോടൊപ്പം നീ നിന്റെ മനസ്സ് പായിപ്പിക്കരുത് മകനെ. നമ്മളും അങ്ങനെ ആവാൻ പാടില്ല. ദുനിയാവിൻ്റെ പല രീതിയിലുള്ള പല അവസ്ഥകളുമുണ്ട്. അവിടെ ലഹരിയുണ്ട്, അവിടെ ഇഷ്ടപ്പെട്ട വസ്തുക്കളുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചതുപോലെ ഇന്നമൽ ഹയാത്തദ് ദുനിയ ലൈബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും ബിൽ അംവാലി വൽ അൻഫുസി വതകാസുർ എന്ന് പറഞ്ഞല്ലോ വിശുദ്ധ ഖുർആൻ. ദുനിയാവെന്ന് പറഞ്ഞാൽ കളിയാണ്, വിനോദമാണ്, തമാശകളാണ്, പരസ്പരം പൊങ്ങച്ചെന്നടിക്കലാണ്. സമ്പത്തിൻ്റെ പേരിൽ, സന്താനങ്ങളുടെ പേരിലൊക്കെ പൊങ്ങച്ചെന്നടിക്കലും ഒക്കെയാണ് ദുനിയാവെന്ന് പറഞ്ഞാൽ. പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് എന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ദുനിയാവിൻ്റെ പിന്നാലെ പോകുന്നവരോടൊപ്പമല്ല നിന്റെ സുഹൃത്ത് ബന്ധമുണ്ടാവേണ്ടത്. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. പടച്ച തമ്പുരാനെ വിസ്മരിക്കുന്നവരോടൊപ്പം നീ ആവരുത് മകനെ എന്ന് പറയാൻ നമുക്ക് കഴിയണം. പടച്ച തമ്പുരാനെ വിസ്മരിച്ചുകൊണ്ട് ഒരു വാങ്ങ് കൊടുത്താൽ, അതുപോലെ തന്നെ ഒരു ധർമ്മത്തിൻ്റെ ഒരു വഴി ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ആ ധർമ്മത്തിൻ്റെ വഴിയിൽ നിന്ന് മാറി എന്ത് തോന്യാസത്തിൻ്റെയും പിന്നാലെ പോകുന്നവരോടൊപ്പം നീ നിന്റെ മനസ്സ് പായിപ്പിക്കരുതേ, നിന്റെ അവസ്ഥകൾ നീ കൊണ്ടുപോകരുതേ എന്ന് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. വത്തബഹവാ, തൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് പെരുമാറുന്നവരുടെ കൂടെയും. നോക്കൂ, നിങ്ങൾ തോന്നിയതുപോലെ ചെയ്യുക, തോന്നിയതുപോലെ നടക്കുക. ഇനിയുള്ള വരുന്ന കാലം, ഈ കാലഘട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, പുതിയ സംവിധാനങ്ങൾ, പുതിയ വിദ്യാഭ്യാസ പ്രക്രിയകളൊക്കെ കടന്നു വരുന്നത്. തനിക്കിഷ്ടമുള്ളത് ചെയ്യാം, തനിക്കിഷ്ടമുള്ളവരോടൊപ്പം പോകാം, തനിക്കിഷ്ടമുള്ളവരെ പങ്കാളിയാക്കാം, തനിക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കാം. ഇങ്ങനെ ലിവിങ് ടുഗദർ എന്നതോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള ജീവിത പ്രക്രിയകൾ വളർത്തിയെടുക്കുന്ന ഒരു വിഷയം, ആ അവസ്ഥാവിശേഷം കടന്നു വരുന്നു. ഇല്ല, വിശ്വാസിക്കത് പാടില്ലെന്ന് പറയാൻ കഴിയണം. നമ്മുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കാൻ കഴിയണം, മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇല്ല, അത്തരമൊരു ജീവിതമല്ല പടച്ച തമ്പുരാൻ പറഞ്ഞത്. പടച്ച തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന, പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന, പടച്ച തമ്പുരാനെ ഓർക്കുന്ന, പടച്ച തമ്പുരാൻ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം, അതുപോലെ തന്നെ ദുനിയാവിൻ്റെ ഇത്തരത്തിലുള്ള ഈ അവസ്ഥകളിൽ പെട്ടുപോകുന്നവരോടൊപ്പം നിൽക്കാതെ നീ നല്ല ഉത്തരവാദിത്വത്തിൽ ജീവിക്കണമെന്ന് സുഹൃത്തുക്കളെ, സുഹൃത്ത് ബന്ധങ്ങളെ അവർക്ക് വെച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ എത്തിക്കാൻ, ആ മേഖലകളിലൂടെ അവരെ സഞ്ചരിപ്പിക്കാൻ നമുക്കും ബാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്ത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. ഒരു സുഹൃത്തിനെ, അവൻ അപകടകാരിയായ ഒരു സുഹൃത്തിനോടൊപ്പം നടന്നുകൊണ്ട് അവൻ്റെ ജീവിതം തകർന്നു താറുമാറായി. നാളെ പരലോകത്ത് നരകം മുന്നിൽ കാണുന്ന രംഗം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി. ആ മനുഷ്യൻ വിരല് കടിക്കും അവിടെ ചെന്നുകൊണ്ട്. എന്നിട്ട് അവൻ പറയും, യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല. അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ ദൂതനായി, പ്രവാചകനായി, പ്രവാചകന്റെ ചര്യ പിൻപറ്റിയവനായി ജീവിച്ചിരുന്നുവെങ്കിൽ ഈ ഗതികേടിൽ ഞാൻ പെടില്ലായിരുന്നുവല്ലോ. മാത്രമല്ല ഇന്നാലിന്ന സുഹൃത്തിനെ ഞാൻ ഒരു സുഹൃത്തായി കൂട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പടച്ചോനെ. അതിൻ്റെ ഒരു ഗതികേടാണല്ലോ, പരിണിത ഫലമാണല്ലോ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ആ വിഷയത്തെ സംബന്ധിച്ച് നമ്മെ ഉണർത്തുന്നു. നാം മനസ്സിലാക്കേണ്ടത് വളരെ ഗൗരവതരമായി നാം ശ്രദ്ധിച്ചുകൊണ്ടല്ലാതെ നമ്മുടെ തലമുറകളെ വളർത്താൻ നമുക്ക് കഴിയില്ല. അവർക്ക് ബോധം നൽകണം, അവർക്ക് ഇടങ്ങൾ നൽകണം. നോക്കൂ നിങ്ങൾ, നമ്മുടെ മഹല്ലുകൾ, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലൊക്കെ അവരുടെ പങ്കെന്താ, അവർക്ക് എന്താണ് റോള്, അവർക്ക് എന്തൊരു ഗുണമാണ് അവിടെ ലഭ്യമാകുന്നത്? ആക്ഷേപത്തിന് മാത്രമാണോ, അകറ്റി നിർത്തലുകളാണോ? അവർക്ക് ഇടങ്ങളില്ലേ? പരിശോധിക്കേണ്ടതുണ്ട്. അവർക്ക് ഇടങ്ങൾ കൊടുക്കണം, അവർക്ക് മുൻകൈ കൊടുക്കണം, അവരെ മുന്നിൽ നിർത്തണം. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതെല്ലാം അവരെ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട്, അവരുടെ പ്രവർത്തനത്തിന് മഹിമയുണ്ട്, അവരുടെ പ്രവർത്തനത്തിന് ക്വാളിറ്റി ഉണ്ട്, അവരുടെ പ്രവർത്തനത്തിന് ഗുണമുണ്ട്, അവരുടെ പ്രവർത്തനം കൊണ്ട് ഇത് സാധ്യമാകൂ. അത് വെറുതെ പറയുകയല്ല. ഇന്നത്തെ കഴിവും മികവും തികവും ഒക്കെയുള്ള മക്കളാ ഇന്നത്തെ തലമുറ.
അവരെ ആ രീതിയിൽ കണ്ടും മനസ്സിലാക്കിയും അവർക്കുള്ള വഴികൾ തുറന്നു കൊടുത്തും അവർക്കുള്ള സാധ്യതകൾ കൊടുത്തും അവരെ വളർത്തിയാൽ ഒരു വലിയ തലമുറ ഈ പറഞ്ഞ ഒരാക്ഷേപങ്ങളും ഒരധിക്ഷേപങ്ങളും ഇല്ലാതെ അവരെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. നോക്കൂ, നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കണമെന്നതാണ്. അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്, അവർക്ക് നൽകേണ്ടതൊക്കെ കൊടുക്കേണ്ടതുണ്ട്. നോക്കുന്നു, ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കുട്ടിയെ, മകനെ ചേർത്ത് പിടിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമ്മോട് ഓദിപ്പിക്കുന്നത് എന്തിനാ? ഈ കാലത്ത് നമ്മളത് ഓതുന്നത് എന്തിനാ? നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായി കാണേണ്ട അനിവാര്യത ഉണർത്തുകയാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം യാ ബുനയ്യ വിളിക്കുകയാണ് മകനെ, എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നാര മോനെ. അങ്ങനെയാ വിളിക്കുന്നത് തന്നെ. ആക്ഷേപിക്കുകയല്ല, അകറ്റുകയല്ല, വെറുക്കുകയല്ല. ആ വിളിയിൽ തന്നെ ഒരു വല്ലാത്ത സൗരഭ്യമുണ്ട്, വല്ലാത്തൊരു ആനന്ദമുണ്ട്, വല്ലാത്തൊരു ആകർഷണീയതയുണ്ട്. യാ ബുനയ്യ, യാ ബുനയ്യ, എൻ്റെ പൊന്നാര മോനെ. എന്നിട്ടാ പിന്നെ ഉപദേശം കൊടുക്കുന്നത്, എന്നിട്ടാ പിന്നെ കാര്യങ്ങൾ ഉണർത്തുന്നത്. തൻ്റെ ജീവിതത്തിൽ ഇനി അനിവാര്യമായത് എന്തൊക്കെയോ പറയാൻ എൻ്റെ ഉപ്പ തയ്യാറായി നിൽക്കുകയാണ്. അതിനെന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് യാ ബുനയ്യ, എൻ്റെ പൊന്നാര മോനെ, ലാ തുശ്രിക് ബില്ലാ. ഒന്നാമത്തതും എപ്പോഴും എന്നും ഉണ്ടാവേണ്ട അനിവാര്യമായ പാഠം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ലാ തുശ്രിക് ബില്ലാ, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക്ക് ലദുൽമുൻ അദീം, ശിർക്ക് വലിയ അക്രമമാണ്. ശിർക്ക് എല്ലാം തകർത്ത് കളയും, ഒരു അമലും സ്വീകരിക്കുകയില്ല, പടച്ച തമ്പുരാനിൽ സ്വർഗം പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ശിർക്ക് ഗൗരവമാണ്. ഒന്നാമതെയും എപ്പോഴും പഠിപ്പിക്കേണ്ട പാഠം ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം. അവിടുന്ന് അങ്ങോട്ട് മാതാപിതാക്കളോടുള്ള ബന്ധങ്ങളെ കുറിച്ച് പറയുന്നു. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. അള്ളാഹുവിൻ്റെ വസിയത്താട്ടോ മോനെ, മാതാപിതാക്കളെ നീ പരിപാലിക്കണം. മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പാടുകൾ, പ്രയാസത്തിനുമേൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് അവർ നിന്നെ പോറ്റിയത്. മാതാപിതാക്കളോട് നിനക്ക് ഉത്തരവാദിത്തമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. മോനെ, ഒരു ചെറിയ നന്മ, ഒരു ചെറിയ തിന്മ. നോക്കൂ, നിങ്ങൾ മക്കളെ വിടാൻ പേടിയാ, സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ പേടിയാ, സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ, വിദേശ പഠനങ്ങളിലേക്ക് പറഞ്ഞയക്കാൻ, ടൂറിന് പറഞ്ഞയക്കാൻ നമുക്ക് പേടിയാ. കാരണം ഈ മകൻ എന്താ സംഭവിക്കുക, ഈ മകനിൽ നിന്ന് എന്തൊക്കെയാ ഉണ്ടാവുക, ഈ കുട്ടികൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുക, തിരിച്ചു വരുമ്പോൾ ഈ രൂപത്തിൽ തന്നെ തിരിച്ചു വരുമോ, അല്ലെങ്കിൽ രക്ഷിതാക്കളെ കൊല്ലുന്ന, ഉടപ്പറപ്പുകളെ തല്ലിക്കൊല്ലുന്ന, വെട്ടിക്കൊല്ലുന്നവനായി തിരിച്ചു വരുമോ? ഭയപ്പാടുണ്ട്. ഇല്ല, ഒരു ഭയപ്പാടിനും സാധ്യതയില്ലാത്തവണ്ണം വിശുദ്ധ ഖുർആൻ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശത്തിൽ അത് അടങ്ങിയിട്ടുണ്ട്. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്നഹ, ഒരു കാര്യം, തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു അണുതൂക്കം നിന്റെ അടുക്കൽ, ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ്. നീ പാറക്കെട്ടിൻ്റെ ഉള്ളിലോ ആകാശത്തിന്റെ മുകളിലോ ഭൂമിയിലേക്ക് എവിടെയോ ഒളിച്ചിരുന്നു നീ ചെയ്താൽ ഒരു നന്മ ചെറുത്, ഒരു തിന്മ ചെറുത്, അത് നീ എവിടെ വെച്ച് ചെയ്താലും അല്ല കൊണ്ടുവരും മോനെ. അല്ല അത് പുറത്തു കൊണ്ടുവരും, അല്ല അത് പബ്ലിക്കാക്കും, അല്ല അത് കാണിച്ചു തരും. ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ പിന്നാലെ നടക്കണമെന്നില്ല, ആളുകളെ നിന്റെ പിന്നാലെ വിടണമെന്നില്ല, ആരെയും നിന്നെ കുറിച്ച് ഏൽപ്പിക്കണമെന്നൊന്നുമില്ല. നീ ചെയ്ത ഒരു അണുത്തൂക്ക നന്മയുണ്ടല്ലോ, നീ ചെയ്ത ഒരു അണുത്തൂക്ക തിന്മയുണ്ടല്ലോ, അത് നീ എവിടെ ചെയ്താലും ശരി അല്ല കൊണ്ടുവരും, പുറത്തേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് സൂക്ഷിക്കണം മോനെ, ശ്രദ്ധിക്കണം മോനെ, ഇനി നീ പോയിക്കോ എന്ന് പറയാൻ ഒരു രക്ഷിതാവിന് കഴിയണം. യാ ബുനയ്യ അഖിമിസ് സ്വലാ, നിസ്കാരം നിലനിർത്തണം മകനെ. നിസ്കാരം വളരെ പ്രധാനമാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ തിന്മകളെയും തൂത്തുകളയുന്ന, മായ്ച്ചു കളയുന്നതാണ് നിസ്കാരം. അഖിമിസ് സ്വലാ വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കണം കേട്ടോ. ആരോടും നന്മ കൽപ്പിക്കാം, ആരോടും തിന്മ വിരോധിക്കാം, അത് നിന്റെ ബാധ്യതയാണ്. വസ്ബിർ, ക്ഷമിക്കണം മോനെ. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും, പഠിക്കുന്നിടത്തുണ്ടാകും, അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകും, കുട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടാകും, സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും, ആളുകൾക്കിടയിൽ നിന്നുണ്ടാകും, പലതും ഉണ്ടാകും. വസ്ബിർ അലാ മാ അസ്വാബക്, നിനക്ക് ബാധിച്ച എന്തൊരു പ്രശ്നത്തിന്റെ പേരിലും നീ ക്ഷമിക്കാതിരിക്കരുത്, നന്നായി ക്ഷമിക്കണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഏറ്റവും ഗൗരവതരമായ കാര്യം അതാണ്. പെട്ടെന്ന് ആത്മഹത്യ ചെയ്യലല്ല, പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല, തകർന്ന് തരിപ്പണമായി നിർത്തിവെക്കലല്ല, മറിച്ച് ക്ഷമിക്കണം.
എവിടെ പോയാലും എവിടെ ചെന്നാലും അവിടെ ആ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ. ജനങ്ങളോട് മുഖം കോട്ടി കാണിക്കരുത് മകനെ, നീ അഹങ്കാരിയാകരുത്, അഹങ്കാരത്തോടെ ഭൂമിയിൽ നടക്കുകയും ചെയ്യരുത്. നോക്കൂ നിങ്ങൾ, ഒരുപാട് പാഠം. വഖ്സിദ് ഫീ മശീക വഗ്ളുൽ മിൻ സൗതിക്. നിന്റെ നടത്തത്തിലും നിന്റെ സംസാരത്തിലുമൊക്കെ നല്ല ഒരു സമീപനം ഉണ്ടാവണം, നല്ല മയം വേണം, നല്ല നിരത്തിയല്ലാതെ നീ സംസാരിക്കരുത്. ഇങ്ങനെ പറഞ്ഞ ഒരു വലിയ പാഠം മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകന് ഉപദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനാ, നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാനാ, ആ രീതിയിൽ മക്കളെ നമ്മൾ വളർത്താനാണ്. ആ രീതിയിൽ വളരുന്ന ഒരു മകനെ മകളെ സംബന്ധിച്ചിടത്തോളം ആ രക്ഷിതാവിനൊരു ഭയവുമില്ല, ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. ആ രക്ഷിതാവിന് ധൈര്യമാണ്. എൻ്റെ മകൻ എവിടെ പോയാലും ഈ ക്വാളിറ്റികൾ, ഈ പറഞ്ഞ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊണ്ടല്ലാതെ അവർ ജീവിക്കുകയില്ല എന്ന് ഉറപ്പ് തരാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വളരണം നമ്മുടെ തലമുറ എന്നതാണ് എൻ്റെ മക്കളോട് പറയാനുള്ളത്. രണ്ട് തരം മക്കളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട് രൂപത്തിലാണ് അവരുടെ സമീപനമുള്ളത്. ആ രണ്ട് സമീപനവും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിനിടയ്ക്ക് നമുക്കൊരുപാട് സൗകര്യം തന്ന അള്ളാഹുവിനെ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. നമ്മെ ഈ രീതിയിൽ വളർത്താൻ കഷ്ടപ്പെടുന്ന രക്ഷിതാക്കളെ നമുക്ക് ബോധ്യമാവേണ്ടതുണ്ട്. അവർക്ക് വേണ്ട ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ വിജ്ഞാന വിസ്ഫോടനത്തിലേക്ക് നമ്മെ എത്തിക്കാൻ, നമ്മളെ ഉയർത്താൻ കൈപിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അധ്യാപകരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം സംവിധാനങ്ങളും സ്ഥാപനങ്ങളും നടത്തുന്ന അത്തരം ആളുകളെ നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജീവിതം കെട്ടിപ്പടുക്കേണ്ട ബാധ്യത, എന്തു പറഞ്ഞാലും ആരൊക്കെ ഏതൊക്കെ രീതിയിൽ നമ്മൾ വളർത്തിയോ ഇല്ലയോ എന്നതല്ല പ്രശ്നം. നമുക്ക് ബുദ്ധിയും വിവേകവും വിവരവും ഉണ്ടെങ്കിൽ ഈ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്തം മക്കൾക്കുണ്ടാവേണ്ടതുണ്ട്. ഖുർആൻ സൂചിപ്പിക്കുന്നത് രണ്ട് തരം മക്കളെയാണ്. ഒന്ന്, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. അള്ളാഹു വസിയത്ത് ചെയ്യുന്നത്, അള്ളാഹു മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹമൽതുഹു ഉമ്മുഹു കുർഹൻ വവളഅതുഹു കുർഹ. കാരണം നിങ്ങളെ ഒരുപാട് പ്രയാസം അനുഭവിച്ചാണ് അവർ നിങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ. അത് 30 മാസത്തോളം എടുക്കുന്നുണ്ട് ആ ത്യാഗം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ. ആ ഗർഭം ധരിക്കുന്ന മാസം, അവിടുന്ന് പ്രസവിച്ച് 2 വർഷം മുലയൂട്ടുന്ന കാലം, ഇങ്ങനെ 30ഓളം മാസക്കാലം നിങ്ങൾക്ക് ത്യാഗം സഹിച്ചുകൊണ്ട് നിങ്ങളെ പോറ്റി വളർത്തുന്ന രക്ഷിതാക്കളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, ആ ത്യാഗം തിരിച്ചറിഞ്ഞ് ആ ബോധത്തിൽ വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് 40 വയസ്സ് പൂർത്തിയാകുന്ന മുറക്ക് അവൻ വബലഗ 40 സന, എന്നിട്ട് അവൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഖാല റബ്ബ്, എൻ്റെ റബ്ബേ. അവിടെയാണ് നമ്മൾ ഉണ്ടാവേണ്ടത്. ഔസിഇനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. പടച്ച തമ്പുരാനെ, ഔസിഇനി, എന്നെ നീ പര്യാപ്തമാക്കണേ, എനിക്ക് നീ പ്രചോദനം നൽകണമേ. അൻ അഷ്കുറ നിഅമതക, നീ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ മാത്രമല്ല, അല്ലതി അൻഅംത അലയ്യ, എനിക്കും വഅലാ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്കും. ഈ ഒരു കാരുണ്യമാണ് ഞാൻ നന്ദിയോടെ സ്മരിക്കുക. പടച്ചോനെ, അവരെന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തി ഈ വിധം വലുതാക്കി ഇത്രത്തോളം എത്തി. ഇപ്പോൾ ഞാനൊരു പാകത്തിലെത്തി. 40 വയസ്സ് എന്ന് പറഞ്ഞാൽ ഒരു പാകമുള്ള പ്രായമാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയൊക്കെ എത്തിയല്ലോ റഹ്മാനായ അള്ളാഹ്. അതുകൊണ്ട് എനിക്ക് ഒരൊറ്റ അപേക്ഷയുള്ളൂ, അള്ളാഹുവേ, ഞാൻ ഈ വിധം വളരാനും ഈ വിധം ഉയരാനും ഈ വിധം എല്ലാം തികയാനുമുള്ള കാരണക്കാരായ നീ എനിക്ക് നിന്നോട് നന്ദി കാണിക്കാൻ, അതുപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ. വഅൻ അഅമല സ്വാലിഹൻ തർലാഹ്, പടച്ചവനെ, നിനക്കിഷ്ടപ്പെട്ട അമലുകൾ ചെയ്യാനും നീ എനിക്ക് പ്രചോദനം നൽകണമേ പടച്ചവനെ. എന്നിട്ട് അവൻ പ്രാർത്ഥിക്കും, അവൻ 2 കാര്യങ്ങൾ അവൻ്റെ ചിന്തയിൽ വരുന്നത്. ഒരു കാലം ഇങ്ങനെ കഴിഞ്ഞു, ഇനി അവൻ ടെൻഷനുള്ളൊരു കാലമാണ്. കാരണം അവനും കുട്ടികളുണ്ട്. ആ കുട്ടികളെയും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ, പടച്ച തമ്പുരാനെ, എനിക്ക് നീ നന്നാക്കി തരണമേ. ദുർരിയത്തി, എൻ്റെ സന്തതികളെ, അവരുടെ എല്ലാ നന്മ, ഈ പറഞ്ഞ നന്മയിൽ നടക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയ, എനിക്ക് അവസരം തന്ന എനിക്ക് എൻ്റെ മാതാപിതാക്കളും നീയും എനിക്ക് എന്നോട് കാണിച്ച ഇതിന് ഞാൻ നന്ദി കാണിക്കുന്നു എന്നതോടൊപ്പം തന്നെ എൻ്റെ തലമുറകൾക്ക്
ആ രീതിയിൽ നടക്കാനുള്ള പ്രചോദനം നൽകാൻ പടച്ചവനെ എന്നെ നീ സഹായിക്കണമേ. നോക്കൂ നിങ്ങൾ, നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ആയിരിക്കണം. ഇതാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഈ ഒരു ഘട്ടം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ട്. അവിടെ ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ നിനക്ക് മാപ്പ് ചോദിക്കുന്നു പടച്ചവനെ, ഞാൻ വിശ്വാസികളിൽപ്പെട്ടവനാണ്, മുസ്ലിങ്ങളിൽപ്പെട്ടവനാണ്. ഒരു വിഭാഗം അതാണ്. അവിടെ ആയിരിക്കണം നമ്മൾ ഉണ്ടാവേണ്ടത്. മറ്റൊരാളെ കുറിച്ച് പറയുന്നു, വല്ലദീന ഖാല ലിവാലിദൈഹി ഉഫ്ഫിൽ ലകുമാ, അതാണ് മറ്റൊരു വിഭാഗം. അവിടെ നമ്മൾ ആകാൻ പാടില്ല. കഴുത്തറുത്ത് കൊല്ലാൻ ഒരു മടിയും ഉണ്ടാവില്ല. ജന്മം തന്ന ഉമ്മയെ കൊല്ലുന്നതിന് മടിയുണ്ടാവുകയില്ല. അതുപോലെ തന്നെ അത്തരം ഉടപ്പിറപ്പുകളെ കൊന്ന് വീഴ്ത്തുന്നതിനൊരു മടിയും ഉണ്ടാവുകയില്ല. കാരണം ഈ രീതിയിൽ വളർന്ന് വലുതായി നന്ദി കെട്ടവനായി, കാരണം അവനെ വളർത്തിയ രംഗം അവൻ മറന്നുപോയി, അവന് തന്ന സൗകര്യങ്ങൾ അവൻ മറന്നുപോയി, അവനെ വളർത്തിയ ഉയർത്തിയ സ്ഥാപനങ്ങൾ അവൻ മറന്നുപോയി, സംവിധാനങ്ങളെ മറന്നുപോയി, എല്ലാം മറന്ന് നന്ദി കെട്ടവനായി മാറിയപ്പോൾ വല്ലദീ ഖാലലി വാലിദൈഹി, തൻ്റെ പിതാക്കളോട് ഉഫ്ഫിൽ ലകുമാ, ഛെ എന്ന് പറയുന്ന, നാശം നിങ്ങൾക്ക്, തകർന്നു പോകട്ടെ നിങ്ങൾ എന്ന രീതിയിലൊക്കെ പ്രതികരിക്കുന്നു. അത്തഇദാനിനി അൻ അഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂന മിൻ ഖബ്ലി, നിങ്ങൾ പിന്നെ ഉപദേശിക്കുക പരലോകം, നാളെ ഉയർത്തെഴുന്നേൽപ്പ്, അങ്ങനെ ഒരു ജന്മം, അങ്ങനെ ഒരു പുനർജന്മം, സ്വർഗം, നരകം, പോയി പണി നോക്കി ഉമ്മ, പോയി പണി നോക്കൂ ഉപ്പ എന്ന് പറയുന്ന ഉഫ്ഫിൽ ലകുമാ, നാശം നിങ്ങൾക്ക്. ഇതാണോ നീ ഞങ്ങൾ ഉപദേശിക്കുന്നത്? ഞങ്ങൾ നിങ്ങൾ ഉപദേശിക്കുന്നത് ആ മാതാപിതാക്കൾ വല്ലാതഹുമാ യസ്തഗീസാനില്ലാ, പടച്ച തമ്പുരാനോട് കരയുകയാണവർ, സഹായം ചോദിക്കുകയാണവർ ഇവൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട്. പക്ഷേ വൈലക്, നാശമടോ നിനക്ക്, ആമീൻ, നീ വിശ്വസിച്ചാൽ നിനക്ക് ഗുണം, നീ വിശ്വസിച്ചോ എന്ന് വീണ്ടും അവരോട് പറയുകയാണ്. ഇന്ന വഅദല്ലാഹി ഹഖ്, അള്ളാഹിൻ്റെ വാഗ്ദത്തം സത്യമാണ് മകനെ, അപകടമാണ്, വലിയ ഗുരുതരമായ അവസ്ഥ നിനക്ക് വരും എന്ന് അവന് വീണ്ടും ഉണർത്തുകയാണ്. പക്ഷേ ഫയഖൂലു മാ ഹാദാ ഇല്ലാ അസാതീറുൽ അവ്വലീൻ, ഇതൊക്കെ ഒരു പുരാണ കഥയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. സൂറത്ത് അഹ്കാഫിലൂടെ 15-ാമത്തെ വചനം അവിടെ സൂചിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ രീതിയിൽ രണ്ട് വിഭാഗം മക്കളായി മാറാൻ സാധ്യതയുണ്ട് മനുഷ്യൻ. അവിടെ എവിടെയാണ് നമുക്ക് പിഴച്ചത്? എവിടെയാണ് സമൂഹത്തിന് പിഴച്ചത്? എവിടെയാണ് സ്ഥാപനങ്ങൾക്ക് പിഴക്കുന്നത്? എവിടെയാണ് നമ്മുടെ നിയമങ്ങൾക്കും സംവിധാനങ്ങൾക്കും പിഴക്കുന്നത്? എവിടെയാണ് മക്കൾക്ക് പിഴക്കുന്നത്? ഇത് ഗൗരവമായി നാം കാണുകയും അതിനു വേണ്ട പണിയെടുക്കുകയും അങ്ങനെ ഒരു ഉത്തമ സമൂഹ സൃഷ്ടിപ്പ്, ഒരു ഉത്തമ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെയൊക്കെ നല്ല പരിശ്രമം വിശുദ്ധ ഖുർആന്റെ പ്രവാചക ചര്യയുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് ഖുർആൻ പറയുമ്പോൾ അത് നിർവഹിക്കാൻ, നടപ്പിലാക്കാൻ നമ്മൾ നമ്മുടെ സ്ഥാപനങ്ങൾ, സംവിധാനങ്ങളൊക്കെ കൂട്ടായി പരിശ്രമിച്ചാൽ അൽഹംദുലില്ലാ ഒരു നല്ല തലമുറക്ക്, ഒരു സമൂഹത്തിന് ഉത്തമ തലമുറക്ക് ഇവിടെ വളർപ്പും ഉയർത്തെഴുന്നേൽപ്പും ഇനിയും സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വേണ്ടത്, നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് വേണ്ടി ബാക്കിയാകുന്ന വലതുൻ യദ്ഉ ലഹു, അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കളെ നമുക്ക് വിട്ടേച്ചു പോകാൻ കഴിയണം. ആ സ്വാലിഹായ മക്കളിലൂടെ ഈ തലമുറക്ക് സ്വസ്ഥമായി സമാധാനമായ ജീവിതം നയിക്കാൻ കഴിയണം. അതിന് പണിയെടുക്കേണ്ടവർ നമ്മളാണ്, നമ്മളിലാണ് അതിന് ഉത്തരവാദിത്തം. സർവശക്തനായ അല്ലാഹു എല്ലാ നിലക്കും നമ്മയും നമ്മുടെ തലമുറയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ, പോരായ്മകൾ കൊണ്ട് ഒരു തലമുറയ്ക്ക് എന്തെങ്കിലും നാശമോ മോശമോ സംഭവിക്കുന്നെങ്കിൽ അത് പരിഹരിക്കുവാൻ പടച്ച തമ്പുരാൻ നമുക്കൊക്കെ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അർഹമുറാഹിമായ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണമേ നാഥ. അല്ലാഹുവേ, ഈ പരിശുദ്ധ റമദാനിൽ, ഈ അവസാന രാത്രങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞുകൂടുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ നിസ്കാരങ്ങൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ, ഞങ്ങളുടെ ദാനധർമ്മങ്ങൾ, ഞങ്ങളുടെ കുടുംബത്തിനും തലമുറകൾക്കൊക്കെ വേണ്ടി ചെറിയതും വലിയതുമായ പരിശ്രമങ്ങളൊക്കെയും നീ ഏറ്റവും വിലമതിക്കുന്നതും ഏറ്റവും വിലപ്പെട്ടതും നിൻ്റെ മാർഗത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത് ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും ഏറെ ധന്യമാക്കുന്നതുമൊക്കെയാക്കി നീ ഞങ്ങൾക്കത് തിരിച്ചു നൽകണമേ നാഥ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.